സാധാരണഗതിയിൽ ഘടകകക്ഷി മന്ത്രിമാരും മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം കോൺഗ്രസ്സാണ്. അപ്പം കുറേ ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കും മന്ത്രിമാർ വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രി അമല തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടാകില്ല. എല്ലാവരെയും ചേർത്തിട്ടോ 21 അംഗ മന്ത്രിസഭയും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത്തരമൊരു നീക്കമാണോ നടക്കുന്നത്? അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള സംസാരവും അത് എത്രത്തോളം വഷളായി എന്നുള്ളത് കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട്. വി ഡി സതീശന് നല്ല ആ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചർച്ച പോലെ വഷളായി പോകും എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അതിനാൽ തന്നെ എല്ലാവരും ഒന്നിച്ച് 21 പേരും, മുഖ്യമന്ത്രി അടക്കം 21 പേരും ഒരുമിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്തതിനൊപ്പം തന്നെ ഈ ധാരണ എന്നൊക്കെ ഇപ്പം നമ്മൾ പറയുന്നത് ഈ മന്ത്രിസ്ഥാനം അടക്കമുള്ള വിഷയങ്ങളിൽ കൂടി ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിമാരാരെ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പല ഘടകങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കെ മുരളീധരൻ പരിഗണനാ പട്ടികയാണ്. കെ മുരളീധരൻ അതിനകത്ത് കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിഗണനയ്ക്കപ്പുറം കെ മുരളീധരൻ വി ഡി സതീശൻ്റെ ക്യാബിനറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതിനകത്ത് മാറ്റമില്ല. കെ മുരളീധരനും അതോടൊപ്പം രണ്ടാമത് ആരെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ CP ജോൺ. അപ്പോൾ ഘടകകക്ഷികളിൽ കെ മുരളീധരൻ, CP ജോൺ എന്നിവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉറപ്പായിട്ടും വരുന്ന മന്ത്രിമാരാണ് നമ്മൾ കാണുന്നത്. അതിൽ KC വേണുഗോപാലിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശക്തന് വേണ്ടിയുള്ള പ്രഷർ വളരെ കൂടുതലാണ്. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയം നോക്കുന്നത് നമ്മളെ അറിയായിരിക്കും. വി ഡി സതീശന് അല്പമെങ്കിലും മേൽക്കൈയുള്ള DCCകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരത്ത് തന്നെ ഒരു മന്ത്രി കൂടി ശക്തനെ മന്ത്രിയാക്കണമെന്നുള്ള നിലപാടിലാണ് വി ഡി സതീശനെങ്കിൽ 3 മന്ത്രിമാർ ഇവിടെ വരും. അതുമാത്രമല്ല, ഈ വി ഡി സതീശനൊപ്പം എ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി അപ്പുറത്തേക്ക് പോയി, KCക്കൊപ്പം പോയി എന്ന് പറയുമ്പോൾ പോലും 3 പേര് ഇപ്പുറം ഉണ്ടായിരുന്നു. VP സൈന്ദ്രൻ, ദീപക് ജോയി, എം വിൻസെന്റ് കട്ടയ്ക്ക് കൂടെ നിന്നു സതീശന്. അപ്പോൾ എം വിൻസെന്റും തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ എം വിൻസെന്റ് ഇപ്പോൾ സാമുദായികപരമായിട്ടുള്ള ചില പരിഗണനകളൊക്കെ ഇതിനകത്ത് ആവശ്യം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4 മന്ത്രിമാരാണ് ക്ലെയിം ചെയ്യുന്നത്. അതിൽ നമുക്ക് CP ജോണും ഒപ്പം കെ മുരളീധരനെയും ഉറപ്പിക്കാം. ബാക്കി 2 പേർ ശക്തനാണോ വിൻസെന്റ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ എങ്ങനെയാണ്? കൊല്ലം ജില്ലയിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഒരുപക്ഷെ എന്തായാലും ഷിബു ബേബി ജോൺ മന്ത്രിയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പിന്നെയുള്ളത് PC വിഷ്ണുനാഥാണ്. എ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ക്ലെയിം ഒരുപക്ഷെ PC വിഷ്ണുനാഥായിരിക്കും. ബിന്ദു കൃഷ്ണൻ അവിടെ നിൽക്കുകയാണ്. 3 പേര് ഒരേ ഒപ്പം ക്ലെയിം ചെയ്ത് ഒരു ജില്ലയിൽ തന്നെ നിൽക്കുന്നു. MM നസീർ മന്ത്രിയാകണമെന്ന ആഗ്രഹം ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചു. കാരണം സീനിയർ ആണ് എന്ന് പറയുന്നത് നടക്കാനുള്ള സാധ്യത കുറവാണ്. അല്ല, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു അതിനകത്ത് ആദ്യം പറഞ്ഞ പേരുകൾ, അതിനകത്ത് ഷിബു ബേബി ജോൺ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. ഷിബു ബേബി ജോൺ വി ഡി സതീശന്റെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും. ഒപ്പം PC വിഷ്ണുനാഥും അവിടുന്ന് ഉറപ്പിക്കാം. ഇവിടെ 2 പേര്, അതായത് കെ മുരളീധരനും അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ CP ജോണും ഉറപ്പിക്കുന്ന പോലെ ഘടകകക്ഷി മന്ത്രിയും ഒരു കോൺഗ്രസ് മന്ത്രി എന്നുള്ളത് അത് തന്നെയാണ് കൊല്ലത്തെയും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അവിടം വിട്ട് കഴിഞ്ഞാൽ PC വിഷ്ണുനാഥും ഷിബു ബേബി ജോണും കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? പത്തനംതിട്ടയിൽ ക്ലെയിം ചെയ്യാനുള്ള ആഗ്രഹമുള്ള 2 പേർ ഒരുപക്ഷെ അബിൻ വർക്കി ആയിരിക്കുമെന്ന്, അതോടൊപ്പം തന്നെ പഴകുളം മധു ക്ലെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ സാമുദായിക സമവാക്യങ്ങളെ വെച്ച്. പക്ഷേ പത്തനംതിട്ട ജില്ലയ്ക്ക് മന്ത്രി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം എല്ലാം ഫ്രഷ് ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പറയാൻ കഴിയില്ല. ഈ പത്തനംതിട്ട പത്തനംതിട്ടക്കാരായിട്ട്. അപ്പോൾ നമുക്ക് ഇടുക്കിയിലേക്ക് വരാം. ഇടുക്കിയിലേക്ക് പറയാൻ പോകുമ്പോൾ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആരാണ് നോക്കുക. ഇടുക്കിയിൽ ഞങ്ങൾ ഈ മന്ത്രിമാരുടെ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന് പത്തനംതിട്ട ആയതേ ഉള്ളൂ. അടുത്തിന് ഇടുക്കിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇടുക്കിയുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഇടുക്കിയിൽ 5-ൽ മന്ത്രിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഇടുക്കിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇടുക്കിയിൽ നിന്നുള്ള ഉടുമ്പൻചോലിലെ ആദ്യത്തെ മന്ത്രി ജേക്കബ് ആശാനായിരുന്നു, CPI-കാരനായിരുന്നു. പിന്നെ ഇടുക്കിക്കുണ്ടായ മന്ത്രി എന്ന് പറയുന്നത് PJ ജോസഫ് സാറാണ് ദീർഘകാലം. അതിനുശേഷം കഴിഞ്ഞ ഇടതുപക്ഷ മന്ത്രിസഭയിൽ M മണി ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭയിൽ റോഷി. അപ്പോൾ ഇടുക്കിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ 72-ൽ ഇടുക്കി ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇന്നോളം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളും മന്ത്രിയായിട്ടില്ല എന്നുള്ളതാണ് ഇടുക്കിയുടെ ഒരു സവിശേഷത ഇതുവരെയുള്ളത്. ആയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരും കേരള കോൺഗ്രസ്സുകാരും മാത്രമാണ്. അപ്പോൾ ആ ചരിത്രം ഒന്ന് തിരുത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജില്ലയിലെ 4 കോൺഗ്രസ് MLA-മാരിൽ ഒരാൾ മന്ത്രിയാകും എന്നുള്ള. അപ്പോൾ അവിടുന്ന് കോൺഗ്രസിൽ നിന്നുള്ള ഒരു സേനാധിപതി ആവുമായിരിക്കും. സേനാപതി അല്ലേ? അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. അല്ല, ഇവരുടെ ക്ലെയിം ചെറുതല്ല. കുറെ കാലമായി ഇടുക്കി ജില്ലയിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് മത്സരിച്ച് ജയിച്ചു വന്ന ഒരാളെ ഇടുക്കിക്കാർ കണ്ടിട്ട് സുലൈമാൻ റാവുത്തറാന്ന് തോന്നുന്നല്ലേ ഏറ്റവും അവസാനം? സുലൈമാൻ റാവുത്തർ ജനതാദളിൽ നിന്നാണ്. ഞങ്ങളുടെ പാർട്ടി
ഇല്ല, കോൺഗ്രസിൽ നിന്ന് ഒരാളും ഇടുക്കി ജില്ലയിൽ മന്ത്രി ഉണ്ടായിട്ടില്ല. മന്ത്രിയല്ല പറഞ്ഞത്, കാൽനൂറ്റാണ്ടായി. അതിനുശേഷം ജയിച്ചു വന്നാണ്. പക്ഷേ ഇപ്പം അവരുടെ ക്ലെയിം എന്ന് വെച്ചാൽ 4 പേര് ജയിച്ചു വന്നിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന്, കോൺഗ്രസ്സുകാർ മാത്രം. പി ജെ ജോസഫും അബുവും കൂടെ കൂട്ടിയിട്ട് 5 പേര്. ഇടുക്കി ക്ലീൻ സ്വീപ്പ് ആയിരുന്നു, വേറെ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇടുക്കിക്കാർക്കും കൂടെ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയേ കൊള്ളാം. സ്വാഭാവികമാണ്. അതായത് ഇടുക്കിയിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇനി ഇടുക്കി വിട്ട് നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ കയറിയില്ല. ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് എം ലിജു, അദ്ദേഹത്തിന് ഒരു ക്ലെയിം ഉണ്ട്. ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞില്ല, വിട്ടുപോകരുത്. അല്ല, രമേശ് ചെന്നിത്തല നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സുപ്രധാനമായ വകുപ്പാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനൊരു പാച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വി ഡി ക്യാബിനറ്റ് മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് ശ്രമിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഈ 2 പേരുകൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചർച്ച മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ എം ലിജു ആണ്, ഷാനിമോൾ ഉസ്മാനാണ്. 2 പേര്. ഷാനിമോൾ ഉസ്മാൻ വരാം, ഒരുപക്ഷെ ടി സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത്, ഈ 3 പേരുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയാണ് ആ കാര്യത്തിൽ നടക്കുന്നത്. എം ലിജു എന്തായാലും ക്യാബിനറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ആ ജില്ലയിൽ നിന്ന് 3 പേരുണ്ട് ക്ലെയിം ചെയ്യാൻ. ഇനി എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്നാണ്. മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ആ ജില്ലയിൽ ക്യാബിനറ്റിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഷിയാസിന്റെ പേരായിരിക്കും. പക്ഷെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ജില്ല ഇപ്പം നമ്മൾ കോട്ടയം വിട്ടിട്ടാണ് പോരുന്നത്. ഇപ്പം അല്ല, അതിനകത്ത് ഇപ്പം മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ ഏറ്റവും പ്രശ്നം വരുന്നത് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് ഘടകകക്ഷി മന്ത്രിമാരുണ്ട്. അതിൽ അനൂപ് ജേക്കബ് ഉണ്ട്. അനൂപ് ജേക്കബ് അവിടെ നിന്ന് വരുന്നു, അതുപോലെ മുഖ്യമന്ത്രി വരുന്നു. പിന്നീട് ആര് എന്നുള്ള ചോദ്യത്തിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. റോജിയാണോ മാത്യു ആണോ? അതെ, അൻവർ സാദത്തുണ്ട്. പിന്നെ ഇപ്പോൾ ടി ജെ വിനോദ് ഒരു പക്ഷേ ഒരു ക്ലെയിം ഉയർത്തിയേക്കാം. കാരണം ടി ജെ വിനോദിന് വേണ്ടി ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ടി ജെ വിനോദിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ടി ജെ വിനോദ് വരാം. പക്ഷേ അതിലും സാധ്യത ഞാൻ കാണുന്നില്ല. അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഘടകകക്ഷിയും മുഖ്യമന്ത്രിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരാൾ വരുമോ എന്നുള്ള കാര്യം സംശയമാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മളങ്ങ് 14 ജില്ലയിൽ എത്തുമ്പോഴത്തേക്കും ഇത് 21 അംഗ മന്ത്രിസഭയിൽ നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് മറ്റു പേരുകളെല്ലാം വിട്ടുകളയേണ്ടി വരും. കോട്ടയത്തു നിന്നും ഇതുപോലെ തന്നെയാണ് ഘടകകക്ഷിയും, അതോടൊപ്പം തന്നെ തിരുവഞ്ചൂരുമാണ്. ഇനിയും ഒരാളൂടെ ഉണ്ട്, ചാണ്ടിയുമ്പൻ. അതെ, ചാണ്ടിയുമ്പൻ ഒരു സാധ്യത നിൽക്കുന്നതുണ്ട്. അപ്പം ഇടുക്കിയും കോട്ടയം, ഈ തെക്കൻ കേരളവും മധ്യ കേരളവും വരുമ്പോൾ തന്നെ കോൺഗ്രസിന് പകുതി ക്ലെയിം ആയി. ഇനിയിപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജനീഷ്, രാജൻ ജപ്പല്ലൻ, ഈ 2 പേരാണ് പരിഗണിക്കപ്പെടാൻ പറ്റുന്നത്. പക്ഷേ തൃശ്ശൂർ ജില്ലയ്ക്ക് മന്ത്രി ഉണ്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു ഘടകകക്ഷി വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചേക്കാം. അങ്ങനെ തോമസ് ഉണ്ണിയാടനാണ്, അദ്ദേഹത്തെ പരിഗണിച്ചേക്കാം. അല്ല, അതിനുശേഷം അല്ലാതെ മറ്റൊരു മന്ത്രിസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചാൽ കേരള കോൺഗ്രസിന് ഒരു മന്ത്രിയും ഒരു ചീഫ് വിപ്പും ആണെങ്കിൽ അബുവിനെ എവിടെ സെറ്റിൽ ചെയ്യുമെന്നൊരു പ്രശ്നം നിൽക്കുകയാണ്. മോൻസ് മന്ത്രിയായാൽ തന്നെ അബു എന്നൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ യു ഡി എഫ് കക്ഷിയോ ചർച്ചയ്ക്ക് ശേഷം ഇവർ തമ്മിലുള്ള കക്ഷികൾ തമ്മിലുള്ള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യത്തിൽ തീരുമാനമാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും പാലക്കാട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ 2 പേരുകളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പേര് വി ടി ബൽറാമാണ്. വി ഡി ക്യാബിനറ്റിൽ ഉണ്ടാകണമെന്ന് വി ഡി ആഗ്രഹിക്കുന്ന ഒരാൾ വി ടി ബൽറാമായിരിക്കും. അപ്പോൾ വി ടി ബൽറാം വരും. സുമേഷ് അച്യുതൻ അവിടെ നിൽക്കുകയാണ്. ഈ സാമുദായിക സമവാക്യമൊക്കെ പരിഗണിച്ച് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈഴവ വോട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്, യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളതിനകത്ത് സ്ത്രീ പ്രാധാന്യം പറയുമ്പോൾ ബിന്ദു കൃഷ്ണയെ വിട്ടുപോയി കൊല്ലത്ത് നിന്ന് ബിന്ദു കൃഷ്ണ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് നിന്നൊരു സ്ത്രീ വരാൻ സാധ്യതയുണ്ടോ? കെ എ തുളസി ഉണ്ട്, പക്ഷേ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. കാരണം എത്ര പേരെ പരിഗണിച്ചാലേ ഇത് പാലക്കാട് ഇപ്പോൾ പരിഗണനാ പട്ടികയിലുള്ളത് ബൽറാമുണ്ട്, സുമേഷ് അച്യുതനുണ്ട്, അതോടൊപ്പം തന്നെ തുളസി ടീച്ചറുണ്ട്. ഇത് ഒരു ജില്ലയിൽ നിന്നാണെന്ന് ഓർക്കണം. ഇപ്പം എല്ലാ ജില്ലയിൽ നിന്ന് 3 പേര് വെച്ച് പരിഗണന. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് പാലക്കാട് നിന്ന് ഇനി വരാൻ വി ടി ബൽറാം മാത്രമേ ഉള്ളൂ. ബാക്കി 2 പേരുടെയും പേരുകൾ മാറും. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് അതെ കോഴിക്കോട് പിടിച്ചെടുക്കുകയാണ്. CPM-ന്റെ കോട്ടയിൽ നിന്ന് കുറെ സീറ്റുകൾ അല്ല, മലപ്പുറം ഞാൻ വണ്ടൂരിൽ നിന്ന് AP അനിൽകുമാർ കോൺഗ്രസിന്റെ ബാക്കി 4 പേരും വരുന്നത്. അപ്പോൾ കോഴിക്കോടിനൊരു സാധ്യത എന്താണ്? കോഴിക്കോട് കെ ജയന്ത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പുതിയൊരു പേര്, നേരത്തെ വനിതാ പ്രാതിനിധ്യം പറഞ്ഞതുപോലെ വിദ്യാ ബാലകൃഷ്ണൻ പേര് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. വനിത പ്ലസ് ഈ സാമുദായിക, അതാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാ ബാലകൃഷ്ണൻ ഒരു പക്ഷേ കന്നി വിജയമാണ്, കന്നി വരവാണ് വരുന്നത്. വിദ്യാ ബാലകൃഷ്ണൻ വരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഗ്രൂപ്പ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കില്ലേ? ഉറപ്പായിട്ടും. കാരണം അത് KC വേണുഗോപാലിന്റെ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ്. കാരണം KC മുറിവേറ്റ സിംഹമാണ് എന്നിപ്പോൾ പറയാം. കാരണം MLA-മാരുടെ എണ്ണത്തിൽ വലിയ ഭൂരിപക്ഷമുണ്ട്, പക്ഷേ മുഖ്യമന്ത്രിയാവാൻ പറ്റിയില്ല. അപ്പോൾ ക്യാബിനറ്റിലെങ്കിലും ഒരു പരിഗണന വേണമെന്നുള്ളൊരു ആവശ്യം ഉറപ്പായും ഉന്നയിച്ചു
പരിഗണിച്ചിട്ടുണ്ടാവും ഡൽഹി ചർച്ചകളിൽ. അപ്പോൾ അങ്ങനെ ഒരു പരിഗണന ലഭിക്കുകയാണെങ്കിൽ കെ സി ആ പേര് നിർദ്ദേശിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം അവിടെ നിന്നൊരു വനിതാ മന്ത്രി ഇല്ല, കുറേ കാലമായി. ഇനിയിപ്പോൾ ഫാത്തിമ തഹ്ലിയൊന്നും ലീഗ് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അവിടുത്തെ ഒരു വനിതാ മന്ത്രി എന്നൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ ഒരുപക്ഷെ നടന്നുപോയി. അപ്പോൾ കോഴിക്കോടും ഒരു കീറാമുട്ടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതെ, വയനാട് ടി സിദ്ദിഖിന്റെ പേരാണ് ഞാൻ പ്രധാനമായി കാണുന്നത്. IC ബാലകൃഷ്ണനേക്കാളും കൂടുതൽ സാധ്യത കാണുന്നത് ടി സിദ്ദിഖാണ്. എന്ന് മാത്രമല്ല, ടി സിദ്ദിഖ് മന്ത്രിയായി വന്നാൽ മാത്രമേ വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇതിന് ഇലക്ഷൻ തൊട്ട് മുമ്പ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് വയനാട് ഫണ്ടും മറ്റും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മന്ത്രി നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ മന്ത്രിയാകും ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആ പുനരധിവാസ സമയത്തൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പോലും അഭിനന്ദിച്ച ഇത് നമ്മൾ കണ്ടതാണ്. സിദ്ദിഖിന്റെ ഒരു ഇടപെടലും കാര്യങ്ങളും എല്ലാം അവിടെ വളരെ മനോഹരമായാണ് പോകുന്നത്. സിദ്ദിഖിനെ മാറ്റി നിർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഉള്ളത് കണ്ണൂരാണ്. സണ്ണി ജോസഫ് സ്വാഭാവികമായും കണ്ണൂരൊന്നും മന്ത്രിയാകും. അതിനപ്പുറത്തേക്ക് വേറെ കണ്ണൂർ ഓപ്ഷൻ ഇല്ല. പിന്നെ കാസർഗോഡ് ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഉദുമയും പിന്നെ ഈ പറയുന്ന തൃക്കരിപ്പൂരും ഘടകകക്ഷിക്ക് ഒരു പക്ഷേ കാസർഗോഡ് AK മഷ്റഫ് മന്ത്രിയാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനാൽ കോൺഗ്രസിന് മറ്റു പരിഗണന ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 30 അംഗ മന്ത്രിസഭ രൂപീകരിക്കേണ്ട കാര്യമാണ് ദിവിഷയെ. നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ 21 നിൽക്കത്തില്ല, ഒരു 30 അംഗ മന്ത്രിസഭ രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് വരുന്നത്. ഈ പേരുകൾ നമ്മൾ സീറ്റ് 21 ഉള്ളൂ, അതിലൊന്നായി. ഇനി 20 സീറ്റേ ഉള്ളൂ, സീറ്റ് കൂട്ടാൻ പറ്റില്ലല്ലോ. അതെ, അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന. 140 പേർക്ക് മാക്സിമം വെക്കാവുന്നത് 21 പേരേ ഉള്ളൂ എന്ന് ഭരണഘടന പറയുന്നത് കൊണ്ട് തന്നെ അതിൽ മാത്രമേ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KC വേണുഗോപാൽ ഇന്ന് എത്തുന്നു. അതിനുശേഷം നടക്കുന്ന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ അതിശക്തമായ രീതിയിലേക്ക് KC ഗ്രൂപ്പിന് വേണ്ടിയുള്ള ഒരു വാദമുണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ പിണക്കം മാറ്റുവാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിട്ടുവീഴ്ചയ്ക്ക് VD സതീശൻ തയ്യാറാകേണ്ടി വരും. ഒപ്പം ഘടകകക്ഷികളും തയ്യാറേണ്ടി വരും. നമുക്കറിയാം 102 സീറ്റാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ മുറിവില്ലാതെ ഇത് നടക്കാൻ. മുഖ്യമന്ത്രി കസേരയിലേക്ക് വലിയ കുഴപ്പമില്ലാതെ വന്നു എന്നുള്ളതും KC വേണുഗോപാൽ നേരത്തെ അമൽ സൂചിപ്പിച്ച പോലെ മുറിവേറ്റ സിംഹമായി നിൽക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ദിവിഷ്.